നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുഖത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്ക് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ചുണ്ടിൻ്റെ പ്രശ്നമായിക്കോട്ടെ, കണ്ണിൻ്റെ പ്രശ്നമായിക്കോട്ടെ, സ്കിന്നിൻ്റെ പ്രശ്നമായിക്കോട്ടെ, നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ വാസലിനാണ് കേട്ടോ. ഇത് പലരുടെയും വീട്ടിൽ ഒരു മൂലയ്ക്ക് എന്താ ഉപയോഗം എന്നറിയാണ്ട് കിടക്കുന്നുണ്ടാവില്ലേ. അപ്പം നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ ഡാർക്ക് കളറ്, വല്ലാതെ ഡാർക്ക് കളറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ സിമ്പിളായിട്ട് കുറയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇത് മുഖത്തെ മാത്രമല്ല, നമ്മുടെ കയ്യുമ്മലത്തെ ആയാലും ചുളിവ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും, അതുപോലെ തന്നെ കാലുമ്മല വരവുള്ളണ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം മതിയാവും കേട്ടോ. ഞാനിവിടെ വലിയ ചെപ്പ് മേടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്രീമൊക്കെ ഉണ്ടാക്കാൻ, നമ്മുടെ കാലുമ്മലത്തെ ഫുഡ് ക്രീമില്ലേ, അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അടിപൊളി ഒരു സാധനമാണ് ഇത് മാത്രമല്ല, ഫുഡ് ക്രീമിൻ്റെ മാത്രമല്ല, ഞാൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ തപ്പി പിടിച്ചിട്ട് നമുക്കത് ചെയ്യാൻ നോക്കാം. വേറെ ഒന്നും ചെയ്യാനായിട്ട് നേരമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, ഇതുണ്ട്, ഇത് മേടിച്ചാൽ എനിക്ക് മുതലാവണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 40 എത്രയാണ്ട് വില കേട്ടോ. അപ്പോൾ പിന്നെ ഒരിക്കൽ കടയിൽ പോയപ്പോഴാണ് 90 രൂപയ്ക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഇതാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങൾ ചെറുത് മേടിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സ്ക്രബിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് ഇച്ചിരി എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ തരിയുള്ള കാപ്പിപ്പൊടി ഇല്ലേ, നൈസല്ല കേട്ടോ, തരിയുള്ള കാപ്പിപ്പൊടി എടുക്കുക. ഇച്ചിരി പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഖത്ത് ഇവിടെയൊക്കെ ഉണ്ടാവണം ആ വൈറ്റ് ഹെഡ്സ്, ഡാർക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലേ, ആ ഭാഗത്തൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യുക. അത് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളയുക. ഇനി നമ്മൾ മുഖക്കുരു വന്നിട്ട് ഇങ്ങനെ കുരു കുരു കുരുന്നെ പോലെ നിൽക്കണ ആ ഒരു ഇതൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഈ സ്ക്രബിങ്ങിലൂടെ മാറും ചെയ്യും. അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ഒരു കുറച്ചെടുക്കുക. പിന്നെ നമ്മുടെ എവിയോണിൻ്റെ ഗുളിക, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് എന്താ പറയുക, ഒരു ഡൾനെസ്സൊക്കെ മാറി സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ 2 ഐറ്റംസ് കൊണ്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ വാസലിനും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് മസാജ് കൊടുക്കുക. മസാജ് കൊടുത്ത് റൗണ്ട് സർക്കിളിലൊരു മസാജ് കൊടുക്കുക, നേരെ ഓപ്പോസിറ്റും കൂടി കൊടുക്കുക കേട്ടോ, നൈസായിട്ട്. അപ്പോൾ ഇത് നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. പലർക്കും എന്താ പറയുക, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും. എനിക്ക് ഇതൊന്നല്ലായിരുന്നു, നല്ലപോലെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ണിനൊരു ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാക്കിയാണ് നമുക്കത് വരുന്നത്. പിന്നെ മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ഇന്നലെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഇപ്പം നല്ലപോലെ കണ്ണിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ എത്രയ്ക്ക് അങ്ങനെ മാറ്റിയെടുത്താലും പിന്നെയും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നല്ലപോലെ അറിയാം മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട്, പക്ഷേ ഇതിനേക്കാളും ഡാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഓരോ പാക്കുകളൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ കുറച്ച് കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞു, നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടു. പിന്നെ നമ്മൾ കണ്ണിൻ്റെ അവിടുത്തെ ആ ഡാർക്ക്നെസ്സിനുള്ളതും കറുപ്പ് നിറം പോകാനുള്ള സിമ്പിൾ കാര്യമാണ് കേട്ടോ. ഒത്തിരി മഞ്ഞൾപ്പൊടിയും അധികം വേണ്ട, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഈ വാസലിനും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ആക്കി വയ്ക്കുക. അപ്പോൾ അതൊരു ചെറിയ ചപ്പിലാക്കി വെച്ചാൽ എന്ന് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളത് കിടക്കണേക്കാളും ഉപ്പാട് അത് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഇപ്പോൾ പ്രത്യേകിച്ച് കാറ്റുകാലമൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡ്രൈനെസ്സൊക്കെ ഫീൽ ചെയ്യും. അതിനും നല്ലതാണ്. അതും ബീട്രൂട്ടിൻ്റെ നീരും കൂടിയിട്ട് ചേർത്താൽ നല്ലൊരു ലിപ് ബാം പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കത് യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കാലുമ്മലത്തെ ക്രീമിന് മസ്റ്റായിട്ട് എനിക്കിത് ആവശ്യമാണ്. നമ്മുടെ ആ ക്രീം ഉണ്ടാക്കിയത് ഇപ്പോൾ ഇത്രയ്ക്കും കൂടി ഉള്ളൂ കേട്ടോ. അടുത്ത സെറ്റ് ഉണ്ടാക്കാറായി, അതുകൊണ്ടാണ് ഞാൻ ആ വലുത് മേടിച്ചത് തന്നെ. ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ വേഗം തന്നെ അത് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ഞ് സീസൺ ആയതുകൊണ്ട് കാലിന് നമുക്ക് ഡ്രൈനെസ് വല്ലാതെ, നമ്മൾ എത്രയൊക്കെ ചെയ്താലും ഡ്രൈനെസ് നല്ലപോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമാണ് അതിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. വൈകുന്നേരങ്ങളിലാണ് നമ്മളത് ഇട്ടിട്ട് കിടക്കേണ്ടത്. അതിനിപ്പോൾ വൈകുന്നേരം ഇട്ടിട്ട് കിടക്കുമ്പോൾ നമ്മൾ പായലേക്ക് കിടക്കലേക്കൊക്കെ ആവുമെന്നുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു കുളി കഴിഞ്ഞ് വന്നിട്ട് ആ ഈറനോട് കൂടിയിട്ട് ആ ഫുഡ് ക്രീം തേക്കുക. അപ്പോഴേക്കും അത് അബ്സോർവായി കാലുമ്മ സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സോക്സ് ഇട്ടിട്ട് കിടക്കാൻ നോക്കുക. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ നമുക്ക് കാല് വരവുള്ളതിനുള്ള അടിപൊളി എന്ന് വെച്ചാൽ, കാല് വല്ലാണ്ട് വരവുള്ളതല്ല, ചെറുതായിട്ടൊക്കെ ഇപ്പോൾ ഈ മഞ്ഞ് സീസണിൽ മാത്രം വരവുള്ളണ ഒരു പ്രശ്നമുള്ളവരുണ്ട്. അവർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ
ഈ വാസലിനും അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ആ വരകളുള്ള ഭാഗത്ത് തേച്ച് കൊടുത്താൽ നല്ല ഒരു ടിപ്പ് തന്നെയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. പോരാത്തതിന് നമ്മുടെ ആ ഭാഗത്തെ കാലിൻ്റെ ഭാഗത്തത്തെ ആ ഒരു കട്ടികൾ ഉപ്പറ്റിയുടെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കപ്പോൾ ഒന്ന് ഉരച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വരവിള്ളൽ മാറ്റിയെടുക്കാനും പറ്റും. നല്ലപോലെ കഴുകിയതിന് ശേഷം ഈ ഒരു ക്രീം തേച്ച് കൊടുക്കുക. അതായത് വെളിച്ചെണ്ണയും വാസലിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും നല്ല നല്ല ടിപ്പുകളാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു ചെപ്പ് മേടിക്കുക. മെഡിക്കൽ ഷോപ്പിലായാലും സൂപ്പർ മാർക്കറ്റിലായാലും എവിടെ ആയാലും വാസലിൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മേടിക്കുക, മസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. അടിപൊളി റിസൾട്ട് തന്നെയാണ്. ഫുട്ട് ക്രീം എല്ലാവരും ഉണ്ടാക്കി വയ്ക്കാൻ നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ കാല് നല്ല സ്മൂത്തായിട്ട് നല്ല നിറം വയ്ക്കാനും അതുപോലെ തന്നെ ചുളിച്ചിലൊക്കെ മാറി. നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിന് ലിങ്ക് ഇട്ടുതരാം. ക്രീം ഉണ്ടാക്കണതും ഉള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, സിമ്പിളായിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഒരു ക്രീമൊന്നും മേടിച്ച് തേക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ. ഈ വാസലിന് പിന്നെ 3-5 ഐറ്റംസ് മാത്രം, അതൊക്കെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. പിന്നെ വേണ്ടത് അതിലോട്ട് ഇവയോണ്ട് ഗുളികയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.